ഒരു 18-ാം നമ്പറുകാരൻ്റെ 18 വർഷത്തെ കാത്തിരിപ്പിന് അങ്ങനെ വിരാമം വിട്ടുകൊണ്ട് ബാംഗ്ലൂർ കപ്പ് ഉയർത്തുന്നു. യെസ്, അങ്ങനെ ഫൈനലിൽ പഞ്ചാബിനെ തോൽപ്പിച്ചുകൊണ്ട് മനോഹരമായ വിജയത്തിലൂടെ ബാംഗ്ലൂർ കപ്പ് ഉയർത്തുകയാണ്. 18 വർഷത്തെ കാത്തിരിപ്പിന് അങ്ങനെ വിരാമം വിടുകയാണ്. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിനെതിരെ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ 190 റൺസായിരുന്നു സ്കോർ ചെയ്ത് 9 വിക്കറ്റ് നഷ്ടത്തിൽ. ആക്ച്വലി ഈ ഒരു പിച്ചിൽ എപ്പോഴും കമന്റേറ്റേഴ്സ് പറയുന്നുണ്ട് 190 എന്ന് പറയുന്നത് ഒരിക്കലും അത്ര കണ്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്കോർ ആണോ എന്ന് സംശയമുണ്ടെന്ന്. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ബാംഗ്ലൂരിന് വേണ്ടി ഫിൽസാൾട്ട് ആദ്യം ഒരു വെടിക്കെട്ട് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും 16 റൺസ് അത് ഒതുങ്ങിപ്പോയി. പിന്നീട് വിരാട് കോഹ്ലി ഒരു സൈഡിൽ നിന്ന് മനോഹരമായി കളിച്ചു വരുന്നു. കറക്റ്റായ സമയത്ത് പഞ്ചാബ് കറക്റ്റായിട്ട് വിക്കറ്റുകൾ വീഴുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ചെറിയ റൺസ് ആണെങ്കിലും കോൺട്രിബ്യൂഷന്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. വിരാട് കോഹ്ലി 35 ബോൾ 43, അഗർവാൾ 18 ബോൾ 24, പട്ടിദാർ 16 ബോൾ 26, ലിവിങ്സ്റ്റൺ 15 ബോൾ 25, അതോടൊപ്പം ജിതേഷ് ശർമ്മയുടെ വെടിക്കെട്ട് 10 ബോൾ 24, 9 ബോൾ 17 റൺസുമായിട്ട് റൊമാരിയോ ഷെപ്പേർഡ് മനോഹരമായിട്ട് തന്നെയാണ് ഇവർ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിന് വേണ്ടി മികച്ച എക്കോണമിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്ന വൈശാഖ് വിജയകുമാറായിരുന്നു. ബാക്കി എല്ലാവരുടെയും എക്കോണമി അല്പം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള സമയത്തിൽ അവിടെ പഞ്ചാബ് വിക്കറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഈ ഒരു പിച്ചിൽ 190 എന്ന് പറയുന്ന അത്ര ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടലാണോ നമ്മളെ കൊണ്ട് അപ്പോഴും തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊത്തൊരു സ്റ്റാർട്ടിംഗ് ആണ് പ്രിയാൻ ഷാരിയും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരുടെ വിക്കറ്റ് വീണിടത്തുനിന്നാണ് കളി മാറുന്നത്. ഇവിടെ നിന്നും അല്ല ടേണിംഗ് പോയിന്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിലെ ബാംഗ്ലൂരിന്റെ ഹീറോ എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും എക്സ്പെൻസീവ് ആയി പോയ സമയത്ത് 4.25 എക്കോണമിയിൽ വെറും 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 ഓവർ എറിഞ്ഞ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന കൃണാൽ പാണ്ഡ്യ. അതുകൊണ്ട് അതിപ്പോൾ എടുത്ത് പറയേണ്ടതാണ്. യാഷ് ദയാലിന്റെ എക്കോണമിയോടെ 6 ഉണ്ടായിരുന്നുള്ളൂ. 3 ഓവർ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുത്ത് 6 എക്കോണമിയിലാണ് യാഷ് ദയാൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ RCB ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. ഇവിടെ അവസാന സമയത്ത് ശശാങ്ക് മികച്ച രീതിയിൽ 30 ബോൾ 61 റൺസ് അടിച്ച് കളിച്ചെങ്കിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് നല്ലൊരു ഇന്നിങ്സ് കൊടുക്കാൻ അവിടെ പലർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി നെഹാൽ വധേര 18 ബോൾ 15 റൺസ് കളിച്ചുള്ളൂ. ഒരുപാട് ബോളുകൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ശ്രേയസ് അയ്യറിന്റെ വിക്കറ്റ് ഈ ഒരു മത്സരത്തിൽ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണേഴ്സ് രണ്ടുപേരും കളിച്ചു. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ശശാങ്ക് കളിച്ചു. ഇതിലല്ലാതെ വേറെ ആരും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെയാണ് ശരിക്കും പഞ്ചാബിന്റെ കളി മാറിപ്പോകുന്നത്. കഴിഞ്ഞ കളിയിൽ എത്രത്തോളം മികച്ചതായിരുന്നു അവിടെ ശ്രേയസിന്റെ ഗെയിമെന്നും ശ്രേയസ് ആ ഒരു മാച്ച് ഫിനിഷ് ചെയ്തിട്ടാണ് പോരുന്നത്. അങ്ങനെ ഒരു ഹോൾഡ് ഓൺ ചെയ്ത് കളിക്കുന്ന ഒരു താരം ഇല്ലാണ്ടായിപ്പോയി. അവസാന സമയത്ത് ശശാങ്ക് കുറെ അടിച്ചു നോക്കി, പക്ഷേ കാര്യം ഉണ്ടായിരുന്നില്ല. അവസാന സമയത്ത് ഡോട്ട് ബോളുകളും യോർക്കറുകളും ഒക്കെ എറിഞ്ഞതിലൊക്കെ ഗുണം അവിടെ ഔട്ട്പുട്ടിൽ കിട്ടുകയും ചെയ്തു. എന്തായാലും അങ്ങനെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് RCB കപ്പടിച്ചിരിക്കുകയാണ്. നിങ്ങൾ അപ്ലൈ കമന്റ് ബൈ ബൈ ഗൈസ്.